ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഓണാഘോഷ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ ബാലസംഘത്തിൻ്റെ ഓണാഘോഷമാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കായിക മത്സരങ്ങളാണ്, അതിനുശേഷമാണ് കലാപരിപാടികളൊക്കെ. അപ്പോൾ കായിക മത്സരം ഒരു മണിക്കാണ് തുടങ്ങണത് കേട്ടോ. ഞങ്ങൾ എന്നത്തെ പോലെ ലേറ്റ് ആണ്. ഇപ്പം 2 മണി കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങണം, എന്നിട്ട് വേണം അവിടെ എത്താൻ. എന്നിട്ട് നമുക്ക് പരിപാടികളെല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല. വേഗം തിരിച്ചു വരണം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും. കാരണം 5 മണിക്ക് മറ്റ് പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഡാൻസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇടണം. പിന്നെ അതുപോലെ തന്നെ ഞാനാണ് സ്വാഗത പ്രസംഗം പറയുന്നത്. അപ്പം അതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തണം. അപ്പം അതുകൊണ്ട് വേഗം തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം വീണ്ടും പോകാൻ. അപ്പം ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വന്നിട്ട് നമുക്ക് നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാം. ഫോട്ടോ അല്ല, വീഡിയോ. ഹായ് ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കുട്ടി പട്ടാളമായിട്ടാണ് പോകുന്നത്. ഇതിനെ കൂട്ടണ്ട, അത് കുട്ടിയല്ല. നമ്മൾ വന്നപ്പോഴേക്കും കുട്ടികളുടെ മിഠായി പറക്കൽ മത്സരം മാത്രമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം കസേരകളിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റ് കുട്ടികളുടെ കസേരകളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ കസേരകളി കഴിഞ്ഞിട്ട് മുതിർന്നവരുടെ കസേരകളിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്നത്തെ പോലെ പ്രൈസൊന്നും കിട്ടിയില്ല, പക്ഷെ കുറച്ച് നേരം പിടിച്ചു നിന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ അപ്പങ്കടി മത്സരമായിരുന്നു. അപ്പോൾ ഒരു ബിസ്ക്കറ്റാണ് തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, അതായത് 15 വയസ്സ് വരെയുള്ളവർക്ക്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് തീർത്തയ്ക്കാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഗൈസ്, എന്താണ് നമ്മൾ പോകുന്നത്? വെറുതെ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറി സ്വാഗതം പറയുമ്പോൾ ഇച്ചിരി ലുക്കൊക്കെ വേണ്ടേ? ഒന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കണമല്ലോ. ഗൈസ്, ഞങ്ങളുടെ ഡാൻസ് 20ാമത്തെയാ. ഇത്ര നേരം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആക്ഷൻ മാത്രമുള്ള എന്ത് ചെയ്തിട്ടെന്താ കാര്യം? ഡാൻസ് പിന്നെ ഞങ്ങള് 1 മാസമായിട്ട് ചേച്ചി മാത്രമേ അത് മര്യാദ കളിക്കണുള്ളൂ. ഞാൻ പറയിപ്പിച്ചതല്ല കേട്ടോ. എന്തെങ്കിലും ചിരിച്ചെന്നറിയോ? ഞങ്ങളുടെ ഫാൻസ് പോയപ്പോ ചിരിച്ചു. ഞങ്ങളുടെ ഫാൻ ഇതിൽ കൂടെ പോയി, അപ്പൊ ഒന്ന് ചിരിച്ചതാട്ടോ. ആരാന്നറിയോ? അപ്പത്തുള്ളേട്ടൻ. അപ്പുറത്തെ വലിയ ചേട്ടനായാലും എന്താ നമ്മുടെ ഫാൻ ആയിക്കൂടെ? പുള്ളി നിർത്തിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേന് പുള്ളി. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തെങ്കിൽ ഇപ്പൊ ഫാൻ പോയിട്ട് ഇപ്പൊ കാര്യം പറഞ്ഞേനെ. ഞങ്ങളുടെ പുതിയ മിററാ.
മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ അല്ലേ? മുനിസിപ്പാലിറ്റി നമ്മുടെ ആണല്ലോ. അതെങ്ങനെ? സോറി ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ക്വാളിറ്റി ഉണ്ട്. നീ എന്തോ 1 കിലോമീറ്റർ അപ്പുറം മതിക്കണേ. ഇത് നേരെ കിടക്കണേ നോക്കാൻ വേണ്ടിട്ട് ഇതാരുടെ ഓട്ടോറിക്ഷയാണ് ഗൈസ് അറിയില്ല. വീഡിയോ എടുത്തോളൂ ഗൈസ്. ഞാൻ നേരത്തെ മിറർ വാങ്ങിച്ചു കൊടുത്തു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അങ്ങടിക്ക് തിരിക്കണു. നമ്മുടെ നാട്ടില് പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മള് കാണിക്കണ്ടേ? റംബൂട്ടാൻ കഴിച്ചു പുതിയതാ ഗൈസ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പറമ്പാണ് ഗൈസ്. ആ മുട്ടേ ആദ്യം നോക്കിയത് ഗൈസ്. ആരുടെയോ ഗൈസ് റംബൂട്ടാനാണ് ഗൈസ് അവിടെ നെറ്റ് ഇട്ട് വെച്ചേക്കണേ. ഞങ്ങക്ക് തരാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ ദേ പേപ്പറിൽ സ്വാഗതമൊക്കെ എഴുതിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ വരുന്നില്ല കേട്ടോ. അവർ കുറേ നേരം ഉണ്ടാവില്ല. അപ്പോൾ അവർ പ്രോഗ്രാം ആകുമ്പോഴാണ് വരണത്. അപ്പോൾ ഞാൻ പോയി അപ്പോഴേക്കും അവിടെ വടംവലി മത്സരം നടന്നു. വടംവലിയാണ് നമ്മുടെ ലാസ്റ്റ് മത്സരം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞങ്ങളാണ് ജയിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. അപ്പോൾ ഓൾറെഡി ഗേൾസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അപ്പം ഇനി ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സെക്ഷനിൽ ഫസ്റ്റ് കിട്ടിയവർക്ക് എന്താണ് പ്രൈസ് കൊടുക്കാനായിട്ട് പഴക്കൊലയാണ് കേട്ടോ നമ്മളെവിടെയും കാണുന്ന പോലെ. അപ്പോൾ അത് വാങ്ങിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ യോഗയൊക്കെ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ദൈവസ്വാഗതം പറയുന്നതാണ്. കുറച്ച് വേണമെങ്കിൽ എത്തിച്ചു തരാം. പക്ഷേ ഇതുണ്ടല്ലോ ലാൻഡ്സ്കേപ്പിനല്ല കേട്ടോ, പോർട്രേറ്റ് മോഡലാണ് വീഡിയോ കിട്ടിയേക്കുന്നത്. ഫുട്ബോൾ മേളയും ക്യാമ്പും സംഘടിപ്പിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പ്രദേശത്തെ ഉന്നത വിജയം കൈവരിച്ചവരെയും മറ്റ് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചവരെയും മികച്ച കർഷകരെയും ആദരിച്ചു വരാറുണ്ട്. പ്രശസ്തനായ കവിയും എഴുത്തുകാരനുമായ ശ്രീ ശിവപ്രസാദ് താനൂർ സാർ വളരെ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ ശിവപ്രസാദ് താനൂർ സാറിനെ സ്നേഹാദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അധ്യക്ഷ പ്രസംഗമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, ബാലസംഘത്തിൻ്റെ കൺവീനറാണ്. അതിനുശേഷം നമ്മുടെ ഉദ്ഘാടകൻ ശിവപ്രസാദ് താനൂർ സാറ് സംസാരിച്ചു. സാർ ഉദ്ഘാടനവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല, വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ സാറ് സംസാരിച്ചു. സാറിന് നല്ലൊരു സ്പീച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ബാലസംഘം പ്രസിഡൻ്റായിട്ടുള്ള അശ്വിൻ്റെ ആശംസകളുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ എപ്പോഴും നടത്തി വരുമ്പോൾ കുറേ പേരെ ആദരിക്കാറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ബിടെക് കഴിഞ്ഞതിൻ്റെ ഒരു ട്രോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടോ. അതിനുശേഷം കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ മ്യൂസിക് സിസ്റ്റം. അപ്പോൾ അവിടെ പാട്ടൊക്കെ കൊടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പരിപാടിക്ക് കുറേ സമയമുണ്ട്. പക്ഷേ ഈ ചില്ലിങ്ങിന് ഞങ്ങൾ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നതാണ്. പിന്നെ പാട്ടൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ചില്ല് ചെയ്തിരുന്നു. പിന്നെ കുറേ പേരുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്ലോഗ് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ പറഞ്ഞ പോലെ കുറേ പേരൊക്കെ പരിപാടി അവതരിപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാവരുടെയും പൊതുവായൊരു അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും ഈ പ്രാവശ്യം വളരെ നന്നായിരുന്നു എന്നായിരുന്നു അഭിപ്രായം കേട്ടോ, പൊതുവായിട്ടുള്ളത്. പിന്നെ ഇത് ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡാൻസാണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ 2 സെറ്റ് ഓഫ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ വളരെ കുഞ്ഞു കുട്ടികളായിരുന്നു, അവരുടെ ഫസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ അവിടെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അടുത്ത സെറ്റ് ഓഫ് പിള്ളേർ കേട്ടോ. ഇവർ നന്നായി കളിച്ചു കേട്ടോ.
നമ്മുടെ ഡാൻസ് കഴിഞ്ഞതും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. കാരണം ബാക്ക് സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് വയറ് കൊളുത്തി പിടിക്കുമല്ലോ ഫുഡ് കഴിച്ചിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചില്ല. പിന്നെ വന്നു ഫുഡ് കഴിച്ചു. അപ്പോൾ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇതായിരുന്നു കേട്ടോ ലാസ്റ്റ് പരിപാടി, ഓണക്കളിയായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അതിനുശേഷം പിന്നെ സമ്മാനദാനങ്ങളായിരുന്നു. ഇത് കായിക മത്സരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ അതിന് പ്രൈസ് കിട്ടിയവർക്കൊക്കെ ഇപ്പോഴാണ് പ്രൈസ് കൊടുക്കുന്നത്, ലാസ്റ്റാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്കും പ്രൈസ് കിട്ടി കേട്ടോ, കലാപരിപാടി ഒക്കെ അവതരിപ്പിച്ചവർക്കും. അതിനുശേഷം നമ്മളിത് ഡെഡായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിയെന്ന് വെച്ചാ അവസാനം പ്രൈസ് വാങ്ങിക്കൊന്നപ്പോ കിട്ടാത്തവരെ കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ പ്രൈസ് കിട്ടിട്ടാ. പക്ഷെ ഞങ്ങള് കളിച്ചു, ഞങ്ങക്ക് പ്രൈസ് കിട്ടി. അതെ ഗൈസ്, കഷ്ടപ്പാടിന്റെ ഫലമാണത്. ഒരു എന്താണ് ഞാൻ അൺബോക്സ് ചെയ്യട്ടോ. ചെറിയ സാധനം കിട്ടിയ പോലെ നമുക്കതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ബിടെക് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറേ ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് കിട്ടിയ പ്രൈസാണിത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അല്ല ഗൈസ്, ഇത് ആക്ച്വലി ഇൻട്രോ അല്ല. ഞാൻ ഇന്നലത്തെ ഒരു പരിപാടിയുടെ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്ന അങ്ങനെയല്ല, ഇൻട്രോ ഞാൻ ഓൾറെഡി ഇന്നലെ എടുത്തുകൂടി. എന്താ പറയുക, ഗൈസ്, അപ്പോൾ നിങ്ങൾ ബാലസംഘത്തിലെ പരിപാടിയൊക്കെ കണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് അതിന് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മുടെ ഇവിടെ NSS കരയോഗത്തിൻ്റെ ഓണാഘോഷമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നു. ഇറങ്ങിയ നേരത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ എന്നത്തെ പോലെ വൈകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ തിരുവാതിര കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരുവാതിരയുടെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവളുടെ ഞങ്ങൾ കളിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ ഇത്തിരി ഐറ്റം സോങ് ഒക്കെ കൊണ്ട് തിരുവാതിര കളിച്ചോളൂ. ഇന്നലെ ഞങ്ങൾ കാണിച്ചു, അതൊക്കെ ഞാൻ ആഡ് ചെയ്യും. അതിട്ടും ഗൈസ്, ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിലിടാം. ആദ്യം അതായിരിക്കും ഇടാൻ പോണേ, എന്നിട്ടായിരിക്കും വ്ളോഗ് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്താണ്, ഇനി എല്ലാവരെയും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിയതായിരുന്നു. അപ്പോഴത്തേക്കും സീറ്റ് ഫില്ലായി. സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഹലോ, അതെ, ഇവിടെ സാമ്യം ഉണ്ടോ നോക്കൂ ഈ രണ്ടുപേരെയും. ഗൈസ്, ഇവളുടെ കുട്ടിയാണത്. അച്ഛനില്ലാത്ത കുട്ടി. ഗൈസ്, ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, വീഡിയോ ആണോ ഗൈസ്, ഇവിടെ കയറി അവിടെ ആൾക്കാർക്ക് ആരും എന്നെ കയറി വിളിക്കരുത്. ഇങ്ങനൊരു കുട്ടി ഞാൻ ഡാൻസ് കളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ കാണാൻ ദീപിക പദുക്കോണം പോലെ ഉണ്ടെന്ന്. ഇവർക്കൊക്കെ അത് കേട്ടിട്ട് ചിരി വരുന്നു ഗൈസ്. ഞാൻ എന്ത് ചെയ്യാൻ, ഒരു കോംപ്ലിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതുപോലെ ഇരിക്കണ്ടേ. ഇവരാരും വിശ്വസിക്കില്ല. ഗൈസ്, ഇങ്ങോട്ട് വാ, നിനക്കും എനിക്ക് ഷായ ഉണ്ടോ നോക്കാം. ഗൈസ്, നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷായ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഇവളാണ് പറഞ്ഞത്. അതൊരു സെൽഫിയില്. പക്ഷെ ദീപിക പദുക്കോൺ ദീപിക പദുക്കോൺ
അവസാനിയോട് ദീപിക പതുക്കോ എന്ത് ദീപിക പതുക്കോൺ ഇൻസ്പയർഡ് ലുക്ക്. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. സദ്യയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? കഴിച്ചില്ല. എങ്ങനെയുണ്ട്? എല്ലാവരും കുഴക്കണുള്ളൂ അല്ലേ? ഇഷ്ടമായ നോക്കട്ടെ ഗൈസ്, നമുക്ക് എല്ലാം കുഴച്ച് ഗൈസ്, അച്ചുവിൻ്റെ ഇല കണ്ടോ? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾ പപ്പടം പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾ കാണിച്ചു തരാൻ പറയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേന്ന്. പക്ഷേ എൻ്റെ ഇല അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു പൂക്കളം. പിന്നെ അതുപോലെ തന്നെ തിരുവാതിരയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇടുമ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയാനുണ്ട്. ഈ വീഡിയോ എന്താ പറയുക, കൂടുതൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ കുറേ റോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയണതും ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ല രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇട്ടേട്ടോ. ഇതിന് മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇട്ടത്. അപ്പം ഞാൻ അത് കൂടുതൽ ഡബ് ചെയ്യാനും നിന്നിട്ടില്ല, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ക്ഷീണിതയായി ഞങ്ങൾ പോവുകയാണ്. ഇനി പരിപാടി ഇനിയൊന്നുമില്ല. ഇനി ഓണമില്ല, ഈ വർഷത്തെ അവസാനത്തെ ഓണമായിരുന്നു ഇത്. ഇനി ഞങ്ങൾ ഈ പൊരി വെയിലത്ത് നടന്നാണ് പോണേ. കുഴപ്പമില്ല, നമുക്ക് വായൊക്കെ എടുക്കാം. അതെ, പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ന് സിനിമയ്ക്ക് ചിലപ്പോൾ പോകും ഗൈസ്. അപ്പം അതും കൂടി സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതെ, ഞങ്ങളുടെ കൂടെ വരുന്ന പിള്ളേരുടെ വീട്ടുകാരോട് ചോദിച്ചിട്ട് സമ്മതിച്ചു. ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പ്ലാൻ ഇട്ടു. നമുക്ക് നോക്കാം. അത് ഇൻ കേസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതും കൂടി വീഡിയോ എടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടോ. ARM ആയിരുന്നു കണ്ടേ. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം 4:30 ഷോയിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 4:10 കഴിഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ബസ്സും കുറച്ച് മുമ്പാണ് നിർത്തിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി, പിന്നെ ടിക്കറ്റ് എടുത്ത്. പക്ഷേ സിനിമ തുടങ്ങണേക്ക് മുമ്പ് നമ്മളവിടെ കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കായിരുന്നു. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് വഴിക്കിടെയൊക്കെ നടന്നിട്ടാണ് പോയത്. ഷോർട്ട് കട്ട് എടുത്തതാണ് കേട്ടോ. ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ ഇവിടെ മന്തി കഴിക്കാൻ വന്നേക്കാണ്. കടയുടെ പേരെന്താടി? അൽ അറാസ. അങ്ങനെ എന്തോ ആണ്. മന്തി കണ്ടപ്പോൾ ഞങ്ങൾ കയറി കഴിച്ചിട്ടുള്ളൂ. പേരൊന്നും നോക്കിയില്ല. അങ്ങനെയല്ല ഗൈസ്, പുതിയ മന്തിക്കടയാണ്. നമുക്ക് നോക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചത് പുതിയ മന്തിക്കട എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ സിനിമ കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു. മന്തിക്കട എത്തി. ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോയിൽ ഉണ്ണി ചേച്ചി എന്ന മഹാ ക്യാമറാമാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. തലവേദന എടുക്കുന്നു ഗൈസ്. 3D ഗ്ലാസ് അടി കഴിഞ്ഞിട്ട് അയ്യോ ഗൈസ്, പ്ലേറ്റ് അരിഞ്ഞിട്ടെ നമ്മൾ ആരെയും കൈ കഴുകിയോ? എവിടെ? നീ കഴുകിയാ?
ഞങ്ങളാരും കഴുകിയില്ല, കഴുകിയിട്ട് വരാം ഗൈസ്. ഗൈസ് തീർത്ത കൈ കഴുകിയില്ല, ഞങ്ങൾ പോയി കൈ കഴുകിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത പെരി പെരി അൽഫാമല്ലേ, പെരി 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 അൽഫാം മന്തി. തീർത്തക്ക് മന്തി എന്താന്ന് ഓക്കെ, തീർത്തക്ക് മന്തി ഇഷ്ടമല്ല, സോ വെറും അൽഫാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ റിവ്യൂ പറയാം ഗൈസ്. വെടുപ്പാക്കിയിട്ടുണ്ട്. എന്താ ഞാൻ കാണിച്ചെടുക്കില്ല ഗൈസ്, ഞാനിങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. എനിക്ക് ഈ എല്ല് പിടിച്ചത് കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഗൈസ്. അപ്പം ഞങ്ങള് ഇപ്പം അങ്കമാലിൽ വന്നു, ഇപ്പം ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഡ്രസ്സ് മാത്രം മാറ്റിയിട്ടുള്ളൂ, മേക്കപ്പ് ഒന്നും കടന്നിട്ടില്ല. ഈ മേക്കപ്പ് ഞാൻ അങ്കമാലി പോകാൻ ഇട്ടതല്ല കേട്ടോ, ഞാൻ തിരുവാതിരയുടെ ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് തിരുവാതിരയ്ക്ക് ഇട്ടതാണ്. അപ്പം രാവിലെ പോയപ്പോൾ ഇട്ടതാണ്. പിന്നെ തിരിച്ചു വന്നിട്ട് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല, പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ മുഖമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കഴുകിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഐ ഷാഡോ ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. ഒരു കുട്ടി ഒരു 2-3 ദിവസത്തെ വീഡിയോ ആണ്. 2-3 ദിവസത്തെ അല്ല, 2 ദിവസത്തെ ഓണാഘോഷ പരിപാടിയും കുറച്ച് ഡാൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ഫൺ വീഡിയോ ആയിരിക്കും, കാരണം കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.